ഹലോ ഗസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കനാക്കുന്നിൽ വെച്ച് നടക്കുന്ന മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഡേ 1 കാഴ്ചകളാണ് നമ്മുടെ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡേ 1 പാസ്സാണ്. ഇതിൽ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഷെഡ്യൂൾ ലിസ്റ്റ് നമുക്ക് തരും. ഏതൊക്കെ വേദിയിൽ ഏതൊക്കെ പ്രോഗ്രാംസ് നമുക്ക് കാണാം. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാംസ് കാണാൻ വേണ്ടി. ഓരോ ദിവസവും ഈവനിങ് ടൈമിലുള്ള പാട്ടും ആൻഡ് ഡാൻസിൻ്റെ ഒക്കെ പ്രോഗ്രാം ഷെഡ്യൂളാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. പിന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് ഇതേപോലെ മാപ്പ് കാണാം. അവിടെ ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ വേദിയിലാണെന്നൊക്കെ നമുക്ക് മാപ്പ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഫെബ്രുവരി 6 മുതൽ 9 വരെ നമ്മുടെ കനാക്കുന്നിൽ വെച്ച് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഏതാണ്ട് 40ഓളം വേദികളിലായിട്ട് 400ഓളം കലാകാരന്മാരുടെ സ്പീച്ചസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 7 വരെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ബുക്കുകൾ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വാങ്ങിക്കാവുന്നതാണ്. നല്ലൊരു കിടിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മാതൃഭൂമിക്കാർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വന്നിട്ട് ഇത് 6ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നമ്മുടെ കനാക്കുന്ന് വെച്ച് നടക്കുന്നത്. ഓരോ വേദിയിലും ഇതേപോലത്തെ വലിയ വലിയ കലാകാരന്മാരും അവരുടെ സ്പീച്ചസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് നേരിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കേരള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരു ദിവസത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരാൾക്ക് 400 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പിന്നെ 4 ദിവസത്തേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഈ 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 4 ദിവസത്തേക്ക് 1600 രൂപയോളം ആവും. പിന്നെ ഡേ 1 മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭൂമി ഹോൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഉദയനിധി സ്റ്റാലിൻ നമുക്കിവിടെ മെയിൻ ഗസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നു. നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. Arranged with the prestigious Mathrubhumi group of Kerala. The word Mathrubhumi means Thai winner in Tamil and motherland in English. Whenever I come to Kerala, it makes me very special, like I'm coming to my home. I thank each and every Malayali brothers and sisters here for showing boundless love and hospitality. I stand before you to speak on an issue that strikes at the very heart of our democracy. The erosion of state rights, a constitutional promise that is under threat, a great threat. I would like to start by thanking Mathrubhumi for giving me this topic at the right time, especially when the union government is trying to encroach upon the powers of the states. Certainly, it has been happening in the states that are ruled particularly by the opposition parties. The Dravidian movement, born out of the struggle for social justice, linguistic pride, and state autonomy, has always defended the rights of states. Our leaders, Thandai Periyar, Grandma, Uttarpradesha Dr. Kalaignar, fought tirelessly to protect Tamil Nadu's unique identity. Their fight is being taken forward by our Honorable Chief Minister, Muthuvel Karunanidhi Stalin. എത്രയും പേരുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കാണാനായിട്ട്. പിന്നെ തൊട്ടടുത്ത വേദിയിൽ തന്നെ നമ്മുടെ അനുമോളും അഞ്ജു ജോസഫിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഫോറെവർ ടാഗിന് വേണ്ടിയിട്ട് ഫിസിക്കൽ അബ്യൂസ്. പക്ഷേ ദിസ് ഇസ് മൈ സ്മോൾ അഡ്വൈസ് ടു ജനറൽ പബ്ലിക്. ബട്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ട്രെയിൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്. നമ്മളെ അത് സഹായിക്കുന്നത്, നമ്മളൊരു സൈക്കോളജിസ്റ്റിൽ പോയാൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഹാൻഡിക്രാഫ്റ്റും അങ്ങനത്തെ കുറേ ഷോപ്പിങ്ങിന് പറ്റി കുറേ സംഭവങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടുന്ന് ഡ്രിങ്ക്സും ചായ അങ്ങനത്തെ പല ഫുഡ് ഐറ്റംസും നമുക്കിവിടുന്ന് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ട് അടുത്ത വേദിയിൽ തന്നെ നമ്മുടെ ആക്ടറും ഡാൻസറുമായിട്ടുള്ള ലക്ഷ്മി ഗോപാലസ്വാമിയും വിനീതിൻ്റെയും ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. പല സിനിമകളിലെയും ആക്ടേഴ്സിന് ശബ്ദം നൽകി അവർക്ക് ജീവൻ കൊടുക്കുന്നതിനുള്ള പ്രത്യേകത കൂടിയുണ്ട്. അവർ രണ്ടുപേരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു.
I said, and Hungary, when I got an offer to Ariana വീട്, I thought ഈ നാട്ടിലെല്ലാം നമുക്ക് നന്നായിരിക്കും. അപ്പോൾ എനിക്ക് അറിയില്ല കേരള ഇത്ര വലിയ നാടാണ്, ഇത്ര ഫേമസ് ആണ്, മലയാളി ഫിലിം ഇൻഡസ്ട്രി ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ക്വയറ്റായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ നോർമൽ ലൈഫ് ടു ബാംഗ്ലൂർ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കറിയില്ല കേരള ഇത്ര പ്രസ്റ്റീജിയസ് ഇത്ര ഫേമസ് ആണെന്ന് എൻ്റെ ഭാഗ്യം. ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് കേരളത്തിൽ താമസിക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടേ ഇല്ല. നമ്മൾ രണ്ടുപേരും സിനിമയിൽ നടന്നു നിൽക്കുമ്പോൾ ഒരാൾ ചെന്നൈയിലും ഒരാൾ ബാംഗ്ലൂരാണ്. ശരിയാ. എനിക്ക് ഐ എൻജോയ് ദിസ് ഡ്യുവൽ എക്സിസ്റ്റൻസ്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റേജിൻ്റെ വെളിയിലായിട്ട് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റുന്നതാണ്. ഓരോ പ്രോഗ്രാംസൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എഫേർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. കാരണം അതിനുശേഷം ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അപ്പം ബേസിക്കലി ഈ റീലിൽ പല പല സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു രീതിയിൽ പോസിറ്റീവ്, ഒരു രീതിയിൽ നെഗറ്റീവ്. പോസിറ്റീവ് ഇൻ ദ സെൻസ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് തല്ലുമാലയിൽ എന്ന് പറയുന്നത് ഓട്ടോ ഇടിച്ച് മറഞ്ഞിട്ട് ഓട്ടോയിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് വരുന്ന സീൻ. ഷൂട്ട് കാണാൻ ഒരു 300 പേര് ബീച്ചിന് ചുറ്റും നിൽപ്പുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 150 പേര്, ക്രൂവിലുള്ളൊരു 120 പേര് ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. അത് ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടായി എന്ന് പറയുന്നത് റീല് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഞാനുണ്ടല്ലോ, റീല് ചെയ്ത് തുടങ്ങും അത് ഞാൻ ചെയ്യില്ല. റീല് ചെയ്ത് തന്നെയാണ് നമുക്കത് ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായത്. അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് എന്നോട് ബ്രോ ടെൻഷനൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. എൻ്റെ വറി എപ്പോഴും എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്, നമുക്ക് വേണ്ടി ഇവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? കാരണം ഇവരുടെ എഫേർട്ട്, അതായത് നമ്മൾ 2 ടേക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സെറ്റിലുള്ളവരുടെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ കൊണ്ട് ഇവനുണ്ട് ആ സാധനം ഇവരുടെ മുഖത്ത് ഭയങ്കര ഇവിടെ ഉണ്ടാവും. അത് മാത്രമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ ഒരു കഫറ്റീരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്നാക്സും ചായയൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. നമ്മുടെ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഓരോ വേദിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നമ്മുടെ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിലും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. 9-ാം തീയതി വരെ ഉള്ളൂ, മാക്സിമം വിസിറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഈവനിങ് ടൈമിൽ ഇവിടെ മ്യൂസിക് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.